ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചർ ട്രേഡിംഗ് ഒക്കെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത് ബിഗ് പ്ലേയേഴ്സ് എവിടെയാണ് പൊസിഷൻ എൻട്രി എടുക്കുന്നത് അല്ലെങ്കിൽ പൊസിഷൻ എക്സിറ്റ് ആവുന്നത് എവിടെയാണ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു സെഷനാണ്. അതേപോലെ ഓപ്ഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജെക്സ് ലെവൽസ്, ഗാമ ലെവൽസ്, വേഗ, തീറ്റ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഫോറക്സിൽ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ S&P 500 ഒക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നാസ്ഡാക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ഉള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ വൈഡ് ഡെപ്ത് ആയതുകൊണ്ട് തന്നെ ഇത് എടുത്താലും തീരില്ല, പറഞ്ഞാലും തീരില്ല. അതുപോലെ കുറെ മാത്തമാറ്റിക്കൽസ് കണക്ക് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ചുരുക്കാം അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ എന്തെല്ലാമാണോ വേണ്ടത് അത്രയും കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ടത് ബ്ലാക്ക് ബുൾ പോലെയുള്ള മാർക്കറ്റ്സ് ഒക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട്. ബ്ലാക്ക് റോക്ക് ഒക്കെ പോലെയുള്ള മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ പൊസിഷൻസ് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് നമുക്ക് വിന്നിങ്ങിലേക്ക് എത്താൻ പറ്റുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഒന്ന് ബുക്ക് മാപ്പ്, അതേപോലെ തന്നെ ഓർഡർ ഫ്ലോ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് കോൺടാക്റ്റ അല്ലെങ്കിൽ സ്പോട്ട് ഗാമ. ഇതിലെല്ലാം നമുക്ക് ഓരോരോ ലെവൽസ് ആണ്. ഇതിനെല്ലാം കൂടി ഒരുമിച്ച് ഒരു പാരാമീറ്റേഴ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് സക്സസ് റേഷ്യോ ഉണ്ടാവാനായിട്ട് പറ്റുന്നത്. അല്ലാതെ നമുക്ക് ഓരോ പാരാമീറ്റേഴ്സും ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഒരു ഹെഡ്ജിങ് പൊസിഷൻസിനാണ് ഒരു ഡീലർ മീൻസ് ബിഗ് പ്ലെയർ ഉദ്ദേശിക്കണമെങ്കിൽ അദ്ദേഹം ഒരു ഫ്യൂച്ചറിന്റെ ഒരു പൊസിഷൻ ബൈയിങ് ആണെങ്കിൽ അദ്ദേഹം അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ഓപ്ഷനിൽ സെല്ലിംഗ് ആയിരിക്കും. അതായത് മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആയിരിക്കും. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇവർ എവിടെയാണ് പൊസിഷൻസ് ഹൈഡ് ചെയ്യുന്നത്, അത് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യമേ തന്നെ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു വലിയ ഡെപ്ത് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. അതിൽ തന്നെയും വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീറ്റ, വേഗ, അങ്ങനെയുള്ള ഡെപ്ത് ആയിട്ടുള്ള കുറേ അതൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്തൊക്കെ പഠിക്കുക. നമുക്ക് മാർക്കറ്റിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ES-ഉം NQ ചെയ്യുന്നതിന് ആവശ്യമുള്ള കുറച്ച് ട്രേഡിംഗ് ടെക്നിക്സും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പഴയ സ്റ്റുഡൻസ് ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ട് ഗാമയെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക. കോൺടാക്ട്, ഇതിന്റെ മൂന്നിന്റെ ആക്സസ് നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. നമുക്കത് എത്ര ദിവസത്തേക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഞാൻ അത് ഒരു സെഷനായിട്ടൊന്നും ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. ബട്ട് മാർക്കറ്റിൽ ഇപ്പോൾ നല്ല രീതിയിൽ 2016 മുതൽ ഈ ഓപ്ഷൻ മാർക്കറ്റ്, അമേരിക്കയിലെ ഓപ്ഷൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ വോളിയം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. 2024 മുതൽ അത് മാർക്കറ്റിനെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അവിടെ. അത് മാർക്കറ്റ് മേക്കേഴ്സ് ഒക്കെ അവർ നല്ല ഹെഡ്ജിങ് പൊസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ഈ ODT ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം, അത് എങ്ങനെ ട്രിക്കിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ എടുത്തു പറയുന്നു ഈ ജെക്സ് ലെവൽസ് എന്നൊക്കെ പറയുന്നത് മാർക്കറ്റ് മേക്കേഴ്സ് ഒക്കെ ഹെഡ്ജ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജെക്സ് ലെവൽസ് ഒക്കെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോകാം. ഒന്ന്, നമുക്ക് 3 ടൈപ്പ് മാർക്കറ്റ്സ് ആണുള്ളത്. ഒന്ന് ഫ്യൂച്ചർ മാർക്കറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ES ഒക്കെ ചെയ്യുന്നത് ഫ്യൂച്ചർ മാർക്കറ്റ് ആണ്. ന്യൂയോർക്ക് സമയം ഓപ്പൺ ആവുന്നത് നമ്മുടെ ഇന്ത്യൻ സമയം 7 മണിക്കാണ് ഇപ്പോൾ. അതുപോലെ മറ്റൊന്ന് ഓപ്ഷൻ മാർക്കറ്റ് ആണ്. ഓപ്ഷൻ മാർക്കറ്റ് ആണെന്ന് എന്താ പറയാം, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ. മറ്റൊന്ന് CFD ആണ്. നമ്മൾ S&P 500 ഒക്കെ ചെയ്യുന്ന നോർമലി നമുക്കൊരു ബ്രോക്കറിംഗ് ഫേമിലൊക്കെ ഒട്ടുമിക്ക ഇതിലും ചെയ്യുന്ന ആൾക്കാർ CFD ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ആകുമ്പോൾ ഒരു സെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്. കോമെക്സ് എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ചിന്റെ കീഴിലാണ് ഈ പറയുന്ന ഫ്യൂച്ചർ മാർക്കറ്റ്. അതിന്റെ തന്നെ കീഴിൽ CME ഒക്കെ പോലെയുള്ള ഇതിലും കീഴിൽ വരുന്നതാണ് ഓപ്ഷൻ മാർക്കറ്റും വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ എന്താണ് ഓപ്ഷൻ എന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 2 ടൈപ്പ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഓപ്ഷൻസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അമേരിക്കൻ ഓപ്ഷൻസ് ഉണ്ട്, അതേപോലെ മറ്റൊന്ന് യൂറോപ്യൻ ഓപ്ഷൻസ് ഉണ്ട്. അമേരിക്കൻ ഓപ്ഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സീറോ ഓഡിറ്റ് ആണ്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എക്സ്പയറി ആയി പോകുന്ന ഒരു ഓപ്ഷനെ പറയുന്നതാണ് സീറോ ഓഡിറ്റ് എന്ന് പറയും. യൂറോപ്പ് സ്റ്റൈൽ മാർക്കറ്റ് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഒക്കെ അത്തരത്തിൽ എക്സ്പയറി ചെയ്യുന്നത്. വീക്കിലി എക്സ്പയറി അല്ലെങ്കിൽ മന്ത് എൻഡ് എക്സ്പയറി. അത് യൂറോപ്യൻ സ്റ്റൈൽ ഇതിൽ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെയാണ് ആ ഓപ്ഷന് വിലയുള്ളൂ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓപ്ഷൻ എന്താണ്, ജസ്റ്റ് ഒന്ന് കോൾ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകാം. നമുക്കിപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 7000 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലായിരുന്നു വിചാരിക്കുക. 7050 ഇവിടെ ഈ ഒരു പ്രൈസിലേക്ക് ഇപ്പൊ ഞാൻ കരുതാണ് 7050 എത്തുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന ഒന്നാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്.
ഇതിന് ചിലപ്പോൾ ആ ഒരു സമയത്ത് 50 രൂപയായിരിക്കും മാർക്കറ്റ് ഈ ഒരു പ്രൈസിൽ നിൽക്കുമ്പോൾ 7000-ൽ നിൽക്കുന്ന മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കോൾ ഓപ്ഷന് ആ ഒരു സമയത്ത് 50 രൂപയായിരിക്കും ഉണ്ടാവത്തുള്ളൂ. എന്നാൽ അതിനോട് അടുത്ത് വരുംതോറും അതിന്റെ പ്രൈസിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് കോൾ ഓപ്ഷൻ എന്ന് പറയും. അതോ ഇനി മാർക്കറ്റ് താഴത്തേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ 6850 എന്നൊക്കെ പ്രൈസ് ആണെങ്കിൽ അതിനും ഈ പറഞ്ഞ പോലെ ഒരു 50 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് എത്തുമ്പോൾ ഇത് വേഗം പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ബൈ ചെയ്ത് ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഇത് നമുക്ക് ബൈ ചെയ്തിടാണെങ്കിൽ കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്തിടാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കയറുന്നതനുസരിച്ചായിരിക്കും പ്രോഫിറ്റ്. ഇനി നേരെ ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മേക്കേഴ്സ് ഉപയോഗിക്കുന്നത് ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ എല്ലാ ഇതിലും ഓപ്ഷൻസിൽ ബിഗ് പ്ലേയേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പരിപാടി സെൽ ഓപ്ഷൻ ആണ്. അതിന്റെ പ്രീമിയം കളക്ട് ചെയ്യാന്ന് പറയും. ഇപ്പൊ മാർക്കറ്റിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് നമ്മളിവിടെ 50 നിന്നും ഇവിടെ ഏകദേശം ഒരു 100 പ്രൈസ് ആയപ്പോൾ എത്തി എന്ന് വിചാരിക്കുക. ഈ 100-ൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സീറോ ഓഡിറ്റി അന്നത്തെ ദിവസം തന്നെ എക്സ്പയറി തീരുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റ് താഴുന്നതിനനുസരിച്ച് പെട്ടെന്നായിരിക്കും ഇതിന്റെ പ്രൈസ് ലീക്കായി പോകുന്നത്. ആ കയറുന്ന പോലെയുള്ള മൂവ്മെന്റ് ആയിരിക്കില്ല, ഇത് പെട്ടെന്നായിരിക്കും സെല്ല് ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷനിൽ സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ലീക്ക് ചെയ്ത് പോകുക എന്ന് പറയും. നമ്മളൊക്കെ കോൾ ഓപ്ഷനൊക്കെ പറയുന്ന സമയത്ത് മാർക്കറ്റ് മൂവ് ചെയ്യാതിരിക്കും, മാർക്കറ്റ് മൂവ് ചെയ്യും പക്ഷെ പ്രൈസ് താഴത്തേക്ക് പോകുന്നതിന്റെ അർത്ഥം അതിന്റെ ദിവസം അല്ലെങ്കിൽ എക്സ്പയറി അടുക്കും തോറും അതിന്റെ വാലിഡിറ്റി വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, സീറോ ഓഡിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ വേണ്ട, 100-ൽ നിൽക്കുന്ന സാധനം പെട്ടെന്നൊക്കെ ആയിരിക്കും 80-ലേക്ക് തന്നെ. ഇവിടെയാണ് മാർക്കറ്റ് മേക്കേഴ്സിന്റെ കളി ഇരിക്കുന്നത്. അവര് നോർമലി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 7500 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക കോൾ ഓപ്ഷനിൽ. ആ പ്രൈസ് റേഞ്ചിൽ പ്രൈസ് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ചിലപ്പോൾ ഒരു 50 രൂപയ്ക്കൊക്കെ സെല്ല് ചെയ്തിടും. സെല്ല് ചെയ്താന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരുന്നത് വെച്ചാൽ ഒരു പൊസിഷൻ, അവർക്ക് ഫ്യൂച്ചേഴ്സിൽ ഒരു പൊസിഷൻ ബൈയിങ് പൊസിഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായാലും അവർ ബ്ലൈൻഡിൽ ഒരിക്കലും ട്രേഡ് ചെയ്യില്ല. അവരൊക്കെ 2% ഒക്കെയാണ് ടിപിയും കാര്യങ്ങളൊക്കെ വെച്ചത്. നമ്മളൊക്കെയാണ് ഭയങ്കര വലിയ ടിപിയും ബ്ലൈൻഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു 50 രൂപയ്ക്ക് എടുക്കുന്ന കോൾ ഓപ്ഷൻ 7500 ഇവരിവിടെ സെല്ല് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ എന്താ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇവർക്ക് പ്രോഫിറ്റ് കിട്ടും. ചിലപ്പോൾ ഇവിടെ ഇവർക്ക് ഒരു ലോങ് പൊസിഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു മൂവ്മെന്റിലാണ് ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് മാർക്കറ്റിന് ആക്ച്വലി മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഇവിടെ അവർ സെല്ല് ചെയ്യുന്നു ഓപ്ഷൻസിൽ, അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ ഒരു ബൈയിങ് ഉണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും അവർക്ക് ഫോൾട്ട് വന്നാൽ തന്നെ അവർ പൊസിഷൻസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മേക്കേഴ്സ് സംബന്ധിച്ച് താഴത്തേക്കാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബിഗ് പ്ലേയേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്ന് പി എന്ന് ഉദ്ദേശിക്കുക. പുട്ട് ഓപ്ഷൻ അവിടെ അവർ സെല്ലിംഗ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ തിരിച്ച് ബിഗ് മൂവ്മെന്റിന് സാധ്യതയുണ്ട്, റിവേഴ്സ് പോകാൻ ബൈയിങ് ആ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൾ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് മാർക്കറ്റ് എഗെയിൻസ്റ്റ് പോകും, ബുള്ളിഷിലേക്ക് പോകും. അവരുടെ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തുമ്പോൾ ബുള്ളിഷിലേക്ക് പോകും എന്നുള്ളതാണ്. നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇനി ജെക്സ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് കിടക്കേണ്ടത്. അപ്പം ഓർത്തിരിക്കുക, ഓപ്ഷൻസ് പുട്ട് ഓപ്ഷൻ ഉണ്ട്, കോൾ ഓപ്ഷൻ ഉണ്ട്. ഈ കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റ് മൂവ് അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എഗെയിൻസ്റ്റ് സെല്ലാണ് കോൾ ഓപ്ഷനിൽ ചെയ്യുന്നതെങ്കിൽ അവർ ബെയറിഷ് ആയിരിക്കും. ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. കോൾ മേക്കേഴ്സ് അല്ലെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് എപ്പോഴും ഒരു ഇൻഡെക്സിന് ഇതിനെല്ലാം ഓരോ പ്രൈസ് റേഞ്ചിൽ ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യണം. ഒരു ബ്ലൈൻഡിൽ ഒരിക്കലും ട്രേഡിംഗ് ആക്ടിവിറ്റി ഉണ്ടാകത്തില്ല. അപ്പൊ അത് ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓപ്ഷൻ സെല്ലിങ്ങിന്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരുന്ന വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് ഒരു ഫ്യൂച്ചേഴ്സിന്റെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു എക്സ്പയറി ഉണ്ടാവും. അതിന് ഒരു 3 മാസം വരെ ആയിരിക്കും മിക്കപ്പോഴും അതിന്റെ വാലിഡിറ്റി. ആ വാലിഡിറ്റിയിൽ അതൊരു പ്രൊഡക്റ്റ് അവർ ഇറക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് അവർ ഇറക്കാണ്. ആദ്യമേ തന്നെ അവർ സെല്ലിന് വെക്കുന്നു. അപ്പോൾ അവിടെ ഒരു സെല്ല് അവിടെ നടക്കുന്നു. നമ്മളിപ്പോൾ പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ്. അത് ബൈ ചെയ്യാൻ ഒരാൾ വരുന്നു. അപ്പോൾ അവിടെ ടോട്ടൽ 2 ആക്ടിവിറ്റി ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് പോസിറ്റീവ് ആണ് വരുന്നത്. ഇനി അടുത്ത ഇത് മുതലാണ് ഇതിന്റെ ആക്ടിവിറ്റീസിന്റെ കറക്റ്റ് പോയിന്റ് വരുന്നത്. ഇവിടെ ബൈ ചെയ്ത ആൾ അടുത്ത ആൾക്ക് സെല്ല് ചെയ്യുന്ന ബൈ, അങ്ങനെയുള്ള മൊത്തം ടോട്ടൽ ട്രേഡ് കാര്യങ്ങൾ വരുമ്പോഴാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് പോസിറ്റീവ് ആണോ, ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെയെല്ലാം പോസിറ്റീവ് ഉണ്ട്, ഏതെല്ലാം സ്ട്രൈക്ക് പ്രൈസിൽ പോസിറ്റീവ് ഉണ്ട്. നമ്മളൊക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റി ഒക്കെ നിഫ്റ്റിയിലൊക്കെ ഒത്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ മിസ്റ്റേക്ക് കാര്യങ്ങൾ എന്തെല്ലാം ആയിരുന്നു എന്നുള്ളത്. ഇവിടെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ഡാറ്റ വരിക.
ഇവിടെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അവിടെയാണെന്നുണ്ടെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ ഇവിടെ 7400 ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ള സ്ഥലം ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുള്ളത് പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നു, ആ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ പ്രത്യേകിച്ച് ഒരു 7500 സ്ട്രൈക്ക് ഓപ്ഷൻസിന്റെ കോൾ ആയിക്കോട്ടെ, ഇത് കോൾ ഓപ്ഷൻ ആണെന്ന് വിചാരിക്കുക. അവിടെ ബയ്യറും സ്ഥലം ആരാണോ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ നമുക്ക് ആവശ്യം വരുന്നത് സ്പോട്ട് ഗാമയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ അടിപൊളിയായിട്ടുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ നമുക്കിനി രണ്ട് രീതിയിൽ ഇതിനെ ജെക്സ് ലെവൽസിലേക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ജെക്സ് ലെവൽസ് എങ്ങനെ കണക്കാക്കും എന്നുള്ളത് ഒരു എന്താ പറയുക കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഒരു സ്റ്റോക്കിന്റെ വില നമുക്കൊരു 100 രൂപ ആണെന്ന് വിചാരിക്കാം. സ്റ്റോക്ക് പ്രൈസ് ഒരു 100 ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഈ പ്രൈസ് നമുക്ക് എന്താ പറയാ 101 ഉയർന്നാൽ സ്റ്റോക്കിന്റെ പ്രൈസ് 101 വരുമ്പോൾ അവിടെ ഓപ്ഷൻസിൽ ഇപ്പോൾ എന്താ പറയാ 100ന്റെ കോൾ ഓപ്ഷനിൽ അതേപോലെ തന്നെ മൂവ്മെന്റ് ഉണ്ടാവണമെന്നില്ല. ആ 1 രൂപയുടെ തന്നെ മൂവ്മെന്റ് അവിടെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ 20 പൈസ ആയിരിക്കും അവിടെ വരുന്ന മൂവ്മെന്റ്. അപ്പൊ ഈ ഇതിന്റെ വ്യത്യാസം ഓപ്ഷൻസിൽ മാർക്കറ്റ് മേക്കേഴ്സ് ഇത് ഉപയോഗപ്പെടുത്തും. ഇത് എങ്ങനെ സെല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ഹെഡ്ജ് ചെയ്യുമ്പോൾ എവിടം വരെയും അവർക്ക് ലോസ് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് അവർ ആദ്യമേ തന്നെ നോക്കുന്നത്. അപ്പൊ ജെക്സ് നമുക്കൊരു ഡെൽറ്റ ബേസ് ചെയ്തിട്ട് കിടക്കാതെ, ഇപ്പൊ സ്റ്റോക്ക് പ്രൈസ് 101 നീങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷന്റെ പ്രൈസ് ചിലപ്പോൾ 20 പൈസയൊക്കെ ആയിരിക്കും മൂവ്മെന്റ് ഉണ്ടാകുന്നത്. ഈ ഡിഫറൻസിനെ ആണ് ജെക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇതിന്റെ ടോട്ടലാലിറ്റി അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിന്റെ മൊത്തത്തിലുള്ള ഡിഫറൻസ് കണക്കാക്കിയിട്ടാണ് ഡെൽറ്റ അല്ലെങ്കിൽ ജെക്സ് ലെവൽസ്, ഡെൽറ്റയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ജെക്സ് ലെവൽസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതിലാണ് ഇവർ മാർക്കറ്റ് മേക്കേഴ്സ് പ്രോഫിറ്റ് അവർക്ക് അല്ലെങ്കിൽ ഹെഡ്ജിങ് അവർ ഓപ്പൺ ചെയ്യുന്നത് തന്നെ അവിടെയാണ്. അപ്പൊ ജെക്സ് ലെവൽസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് ഉള്ള ഒന്നാണ്. ആ ജെക്സ് ലെവൽസിൽ തന്നെ രണ്ട് രീതിയിൽ വരാം. ഹയർ ലെവലിൽ നമുക്ക് പുട്ട് ഓപ്ഷനിൽ ഇതൊരു ജെക്സ് ലെവൽസ് ആണ്, SPXന്റെ കോൾ വാൾ എന്ന് പറയും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അവരുടെ കോൾ പൊസിഷൻസ് സെല്ലിങ് ഇട്ടിരുന്നത്, അല്ലെങ്കിൽ ജെക്സ് ലെവൽസ് ആയിട്ട് വന്നിരുന്ന ഏറ്റവും കൂടുതൽ പ്രീമിയം കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാർക്കറ്റ് മേക്കേഴ്സ് ഇവിടെ സെല്ലിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് കോൾ വാളിൽ എത്തുമ്പോൾ അവിടെ ഒരു റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അഥവാ നമുക്ക് ഇവിടേക്ക് ഒരു പ്രൈസിന് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. എപ്പോഴും ഓർക്കാം, ജെക്സ് ലെവൽസിനെ മാത്രമായിട്ട് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത്. ജെക്സ് ലെവൽസിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, അവിടെ അതിന്റെ ഉള്ളിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ് വന്നേക്കുന്നത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നിലവിൽ അവിടെ കോൾ വാളായിട്ട് നിൽക്കണം. കോൾ വാൾ എന്ന് പറയുമ്പോൾ അവിടെ ഓപ്ഷൻസിന്റെ ഇതിൽ നല്ല കോൾ ഓപ്ഷൻ, നല്ല സെല്ലേഴ്സ്, അവിടെ റിജക്ഷൻ ഉണ്ട്. ഈ റിജക്ഷന് നമുക്ക് നമ്മുടെ ബുക്ക് മാപ്പിലേക്ക് ഒന്ന് കണക്ട് ചെയ്യേണ്ടത്. അവിടെ മാർക്കറ്റിൽ അവർ പൊസിഷൻസ് ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ടാവും, അബ്സോർഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എടുക്കുന്ന പരിപാടികൾ ഉണ്ടാവും. അതും നമ്മൾ ഇത് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ഓർഡർ ഫ്ലോയിലൊക്കെ പഠിച്ചിട്ടുള്ള അബ്സോർഷൻ ഉണ്ടല്ലോ, ആ അബ്സോർഷൻ ഇതൊക്കെ സെയിം ടൈമിൽ തന്നെ ആയിരിക്കും നടക്കുക. അപ്പൊ ഈ കോൾ വാളൊക്കെ ഒരു റിജക്ഷൻ ആയിട്ട്, അതേപോലെ തന്നെ പുട്ട് വാള് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് എടുത്തേക്കാം. അവരെന്താ പുട്ട് അവിടെ നേരെ സെല് ചെയ്തേക്കും, ഇവിടെ എത്തുമ്പോഴത്തേക്കും സപ്പോർട്ട് എടുത്തിട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് പോകും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അപ്പോൾ ഉണ്ടായ ഒരു ആക്ടിവിറ്റി ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പൊ ആ ഒരു ആക്ടിവിറ്റി ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇന്നലെ കഴിഞ്ഞ ദിവസം ഏകദേശം നല്ല രീതിയിൽ കണ്ടു. ഇവിടെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു. ആ ഏരിയയിൽ വന്നിട്ടാണ് നമുക്ക് ഇന്നലെ ചെറിയൊരു നമ്മൾ ഒരു ബൈങ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ഈ കാണുന്ന രീതിയിലേക്ക് മാർക്കറ്റ് വരുന്നത്. കാരണം എന്താ, ഇവിടെ നല്ല രീതിയിൽ പുട്ട് ഓപ്ഷനിൽ നല്ല രീതിയിൽ ഏകദേശം 60Kയുടെ അടുത്ത്, ഏകദേശം 60K ഡീലർ പൊസിഷൻസ്, ഷോർട്ട് പൊസിഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കതിന് നേരെ നമ്മുടെ ഇതിലേക്ക് പോയാൽ, നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ അതിനെ എവിടെയാണ് വന്നത് എന്നുള്ളത് ഇവിടെ നിന്നും ചെറിയ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട്, അത് ഇവിടെയാണ് പുട്ട് വാൾ ഏറ്റവും കൂടുതൽ, അതായത് ജെക്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്ഥലം ഇവിടെയായിരുന്നു. ഇവിടെ നിന്നാണ് ആ ഒരു പൊസിഷൻ ഇങ്ങനെ പോയത്. നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ഓട്ടോമാറ്റിക്കലി ഗാമ 0 ലെവലിന് ഈ ഇത് കാണുന്നതാണ്, യെല്ലോ ഡോട്ട് കാണുന്നതാണ് 0 ഗാമ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകണമെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യുന്ന ട്രേഡ് നമുക്ക് സക്സസ് ആവുന്നത്. കാരണം നമ്മൾ മെയ് മുതൽ നമ്മൾ കണ്ടിന്യൂസ് ലൈവിലൊക്കെ
പ്രോഫിറ്റബിൾ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ഈ ഒരു ട്രെൻഡ് നമുക്ക് പിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്ക് പിടിക്കാനായിട്ട് പറ്റിയിരുന്നു. നമുക്കൊരു 7.50 ആയപ്പോൾ ഈ ഒരു ട്രെൻഡ് നമുക്ക് പിടിക്കാൻ സാധിച്ചു. നമുക്ക് അപ്പോൾ TP വയ്ക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ, പിന്നെ അതിനുശേഷം ഓരോ പൊസിഷൻസിൽ പയ്യെ പയ്യെ ഡീലർമാർ പൊസിഷൻ ചേഞ്ച് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇത്ര നേരം താഴത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇവര്, ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ പൊസിഷൻ. അതായത് നമ്മൾ പുട്ട് സെല്ല് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ പുട്ട് ഈ ഒരു 7425 അല്ലെങ്കിൽ 20 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസിൽ പുട്ട് ഓപ്ഷനിൽ സെല്ലിംഗ് ആയിരുന്നു. 60K ഓളം അവിടെ സെല്ലിംഗ് ആയിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അവിടെ ആണ് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഡീലേഴ്സ് പൊസിഷൻ ഉണ്ടായിരുന്നത് കാണാൻ മനസ്സിലാക്കാനായിട്ട്. അവിടെ നിന്ന് ഒരു പൊസിഷൻ എടുത്താൽ നമുക്ക് TP അടിച്ച് സീറോ ഗാമയൊക്കെ വെക്കാം. നല്ല ഒരു മൂവ്മെന്റ് അത്രയും ക്യാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വരും കണ്ടോ, ഇവരതാണ് സ്റ്റെപ്പ് ഇൻ സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ആയിട്ട് വരുന്നത്, താഴത്തേക്ക് ആക്കി വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലത്തേക്ക് അവർ പൊസിഷൻസ് ഹെഡ്ജ് ചെയ്ത് കൊണ്ടുവരും. ഒരിക്കലും ബിഗ് പ്ലേയേഴ്സ് ഓപ്ഷൻസിന് മാത്രമായിരിക്കില്ല ട്രേഡ് ചെയ്യുക. അവർ ഒരു പൊസിഷൻ ഇവിടെ ഒരു ബൈയിങ് എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ഫ്യൂച്ചറിന്റെ പ്രൈസ് ഇവർ എടുക്കുന്നുണ്ടെങ്കിൽ നേരെ ഏതെങ്കിലും കോൾ ഓപ്ഷനിൽ ചെറിയ സെല്ലിംഗ് ഉണ്ടാവും. അവിടെയാണ് അവർ ആ ഡെൽറ്റനെ അല്ലെങ്കിൽ ജെക്സിനെ അവർ ഉപയോഗപ്പെടുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് എത്രത്തോളം ലോസ് വരാൻ പറ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് അവർ അതിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, എന്താണ് പുട്ട് വാൾ, എന്താണ് കോൾ വാൾ. കോൾ വാളൊക്കെ പുട്ട് വാളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റിജക്ഷൻസ് കിട്ടുന്ന സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഈ മാർക്കറ്റ് മേക്കേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലത്താണ് മെയിൻ ആയിട്ട് ഇവർ വന്ന് നിൽക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. അത്യാവശ്യം നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അതിനെ എന്താ പറയുക, ഇത് കാണരുത്. നല്ല എന്താ പറയുക ഡീപ്പ് സബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ഇതിലേക്ക് പോയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീറ്റ, വേഗ അല്ലെങ്കിൽ IV ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പൊ നിങ്ങൾ ആകെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ട് ഗാമയിലുള്ള ട്രേഡ്സിനെ നിങ്ങളൊന്ന് പരിചിതമായിട്ട് എന്ത് ചെയ്യാം. അതിൽ നല്ല അടിപൊളി, ഇപ്പൊ ഇവിടെ നോക്കി എത്രത്തോളം പൊസിഷൻസ്, കോൾ പൊസിഷൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഈ കാണുന്ന ഏരിയയിൽ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 60K അടുത്ത് 400 അടുത്ത് കോൾ ഓപ്ഷൻ അവർ സെല്ലിംഗ് ആയിരുന്നു അവിടെ. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് കയറി വെച്ചാൽ മതി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ കുറവും. അവർ TP ഒക്കെ പറയുന്നത് അവരുടേതായ ട്രേസിന്റെ രീതിയിൽ TP പറയുമ്പോൾ 7500 വയ്ക്കാം. കാരണം എന്താ, അവിടെ നല്ല കോൾ പൊസിഷനിൽ 225K അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇൻട്രസ്റ്റ് അവർക്ക്, അവിടെയാണ് പൊസിഷൻ ഇത് വരാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രേസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ ചെയ്യാം. ഇത്തരത്തിലുള്ള സ്പോട്ട് ഗാമ പോലുള്ള കാര്യങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്കിപ്പോൾ ഇവിടെ NDX എഴുതിയിട്ടുണ്ടെങ്കിലും നാസ്ഡാക്ക് അവൈലബിൾ അല്ല, SPX മാത്രമാണ്, അഥവാ ES500 മാത്രമാണ്, അല്ലെങ്കിൽ S&P 500 മാത്രമാണ് ട്രേസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ട്രേസിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു പ്രോബബിലിറ്റി ആണ്. അത്യാവശ്യം നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും, എങ്ങോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്താണ് ഓപ്ഷൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓപ്ഷൻസ് മനസ്സിലാക്കുമ്പോൾ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ഒരു വശം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടുപോലുള്ള ഒരു പുട്ട് വാളിന്റെ ഒക്കെ സെല്ലിംഗ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളത് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക. സീറോ ODT ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് അവരെ 3:30 2:30 ഒക്കെ ആകുമ്പോഴത്തേക്കും, ഇന്ത്യൻ സമയം 2:30 ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യും. സീറോ ODT ആകുമ്പോൾ അന്നത്തെ ദിവസം തന്നെ ക്ലോസ് ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ അവരൊരു ചില സമയങ്ങളിലൊക്കെ പെട്ടെന്നായിരിക്കും ഒരു 2 മണിക്കൂർ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന 2 മണിക്കൂർ മുമ്പേ തന്നെ ചില സമയത്തൊക്കെ നല്ല ഫുട്ബോളിലൊക്കെ വന്നിട്ട് നല്ല റിജക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. നമ്മളിപ്പോൾ സ്ട്രാറ്റജി ആയിട്ട് കാര്യങ്ങളായിട്ടൊന്നും വന്നതല്ല, നമ്മൾ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ജെക്സ് ലെവൽസിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. അതിലെ വേഗ, തീറ്റ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. കാരണം അതിൽ കുറേ മാത്തമാറ്റിക്കൽ കാര്യങ്ങളുണ്ട്, പിന്നെ IV ഒക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ലൈവിൽ ഇരിക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ബൈ.